വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മിനിഞ്ഞാന്ന് ISL നടന്ന മത്സരം ചെന്നൈ വേഴ്സസ് ബാംഗ്ലൂരു മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ചെന്നൈക്കെതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിക്കാൻ സാധിച്ചു ബാംഗ്ലൂരുവിനെതിരെ. ഇന്നലെ നടന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC മത്സരം. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ കാണുന്ന 1.5% ആൾക്കാർ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഫുട്ബോൾ പ്രേമികളും ISL ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളൊക്കെ ആണെങ്കിൽ, ഫുട്ബോളിന് സ്നേഹിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ ഇതുപോലുള്ള ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി. ഇന്നലെ നടന്നത് ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് മത്സരം. ഇരുവരും ISL ഏറ്റുമുട്ടുന്നത് ഇതാദ്യമായാണ്. ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു വിജയം. ഐമൻ ബോളും കൊണ്ട് കയറ്റിക്കൊണ്ടുപോയ നിമിഷത്തിൽ പഞ്ചാബ് FC താരം ഫൗൾ ചെയ്യരുത് പെനാൽറ്റി ബോക്സിൽ നിന്ന്. ആ പെനാൽറ്റി എടുത്തത് ദിമിത്രിയോസ് ഡാമിൻഡക്കോസ് ആയിരുന്നു. എല്ലാ പെനാൽറ്റികളും കൃത്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ഈ പ്രാവശ്യവും കൃത്യസ്ഥാനത്ത് തന്നെ എത്തിച്ചു. പെനാൽറ്റി എടുത്തു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ISL ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കരിയറിലെ 17ാമത്തെ ഗോളും അദ്ദേഹം കുറിക്കപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സും പഞ്ചാബും മത്സരത്തിൽ ആദ്യമായി ഏറ്റുമുട്ടിയ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഡാനിഷ് വാറോക്ക്, അഡ്രിയാൻ ലൂണ, ഇവാൻ ബുക്കമനോവിച്ച്, ഹോർമിപ്പാം ഒന്നും ഉണ്ടായിരുന്നില്ല. ഹോർമിപ്പാമിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും അവരൊന്നും ഉണ്ടായിരുന്നില്ല. ലെസ്കോവിച്ച് ഈ സീസണിൽ 10 മത്സരങ്ങളും അദ്ദേഹം കളിച്ചിരുന്നില്ല. 9 മത്സരങ്ങൾ കളിച്ചിരുന്നില്ല. 10ാം മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങുകയാണ് ലെസ്കോവിച്ച്. കഴിഞ്ഞ സീസണിൽ പരിക്ക് പറ്റിയതിനു ശേഷം ഈ സീസണിൽ ഫസ്റ്റ് മത്സരങ്ങൾക്കൊന്നും ഇറങ്ങിയിരുന്നില്ല. പിന്നീട് പരിക്ക് മാറി മുക്തമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഫസ്റ്റ് ലെവലിൽ അദ്ദേഹത്തിന് ചാൻസ് ലഭിക്കുന്നു. ഇന്നലെ കളിച്ച ബ്ലാസ്റ്റേഴ്സ് ടീമിനെ മൊത്തം എടുത്തു പറയേണ്ടതാണ്. നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലൂണയുടെ ഒരു അഭാവം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് ചെറിയ രീതിയിൽ നികത്താൻ ബ്ലാസ്റ്റേഴ്സിനോട് സാധിച്ചു. ഇന്നലെ ജോപ്പോളഞ്ചേരിയൊക്കെ പറഞ്ഞ പോലെ ഒരാൾ പരിക്ക് പറ്റിപ്പോയാലും അത് മാറ്റിക്കൊണ്ട് മറ്റ് താരങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ട് അത് നികത്തണം. അതാണ് ഫുട്ബോൾ. ഒരാളെ മാത്രം ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്നതല്ല ഫുട്ബോൾ എന്നുള്ളത് നമുക്കറിയാം. അത് ജോപ്പോളഞ്ചേരി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നലത്തെ ഫസ്റ്റ് ഹാഫിലെ ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടും സെക്കൻഡ് ഹാഫിലെ ബ്ലാസ്റ്റേഴ്സ് ഒരു തീപ്പൊരി ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ സ്കോർ പാസുകൾ കൊണ്ട് അറ്റാക്കിൽ ഫോർവേഡ് ഗോൾ അടിക്കുക എന്നുള്ളൊരു ആശയമായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നല്ല പാസിങ് രീതി കൂടി ലോങ് ബോളുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് 48ാം മിനിറ്റിലെ ഒരു പെനാൽറ്റി നേടിയെടുക്കാൻ സാധിച്ചതും 59ാം മിനിറ്റിൽ ദിമിത്രിയോസിന് അതുപോലെ തന്നെ ആ പെനാൽറ്റിക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു പെനാൽറ്റി എന്ന് തോന്നിച്ച ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. കാരണം പെനാൽറ്റി ബോക്സിൽ നിന്ന് അത്രയും ഉള്ളായിരുന്നു. പെനാൽറ്റി ആണെന്ന് പിന്നെയും പെനാൽറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അത് ഫ്രീ കിക്കായി മാറുന്നത്. ഫ്രീ കിക്ക് എടുക്കുന്നു ബിപിൻ മോഹനൻ. താരത്തിൻ്റെ ദിമിത്രിയോസും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ദിമി എടുക്കാമെന്ന് തോന്നിച്ചെങ്കിൽ കൂടി അത് ബിപിൻ എടുക്കുന്നു. നിർഭാഗ്യമെന്ന് തന്നെ പറയണം. അത്രയും നല്ലൊരു ഫ്രീ കിക്ക് ഓൺ ടാർഗറ്റിലേക്ക് തന്നെ പോയെങ്കിൽ കൂടി ക്രോസ് ബാറിനെ തട്ടി പുറത്തേക്ക് വരുന്നു. എന്നാൽ സെക്കൻഡ് അറ്റംപ്റ്റ് ലെസ്കോവിച്ച് എടുക്കുന്നു. അതും ക്രോസ് ബാറിന് കൊള്ളുന്നു. നിരന്തരമായ പരിശ്രമങ്ങൾ ഒടുവിൽ ഫലം കാണാതെ പോയി. എന്നാലും ഡൽഹിയിൽ തണുപ്പ് പിടിക്കുന്ന ഈ മഞ്ഞുകാലത്ത് ഡൽഹിയെ ചൂട് പിടിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് സാധിച്ചു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ടത് ടീം വർക്ക് തന്നെയായിരുന്നു ഇന്നലെ പൊസിഷനും ഫൗളും എല്ലാം ബ്ലാസ്റ്റേഴ്സിന്, പാസിംഗ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിന്, ഓൺ ടാർഗറ്റും എല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തായിരുന്നു. പാസിംഗ് ഒക്കെ 500 പാസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത്. അവർ 300 എടുത്തിട്ടുള്ളൂ. ഓൺ ടാർഗറ്റ് അവർക്ക് ഒന്നുപോലും എത്തിക്കാൻ സാധിച്ചില്ല. ബ്ലാസ്റ്റേഴ്സ് 3 എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല പ്രകടനമാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റിയുമായിട്ട് ക്രിസ്മസിൻ്റെ തലേന്ന് മുംബൈ സിറ്റിയാണ് ഹോം ഗ്രൗണ്ടിൽ നേരിടാൻ പോകുന്നത്. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അഡ്രിയാൻ ലൂണയുടെ പിഴവ് നികത്താനാവും. ഫോർവേഡിൽ സെൻട്രൽ ഫോർവേഡിൽ ബ്ലാസ്റ്റേഴ്സിന് മലയാളി താരങ്ങളായിരുന്നു ഇന്നലെ നിറഞ്ഞാടിയിരുന്നത്. 5 മലയാളി താരങ്ങളാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത മത്സരത്തിൽ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇന്നത്തെ വീഡിയോ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫുട്ബോൾ പ്രേമികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബ്രെഡറൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ. വീഡിയോ വ്യത്യാസം കണ്ടുവിട്ടാൽ നിങ്ങളുടെ ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് അഭിപ്രായ നിർദ്ദേശമൊക്കെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.